സിദ്ധു കൊഞ്ചം കൂപ്പിട്ട് പാരുമാ. വേണ്ട ആൻറ്റി, അവൻ ബിസിയല്ലേ, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. വയ്യാതിരിക്കുമല്ലോ, നീ ഒന്ന് വിളിക്കേ. ഞാൻ വയ്യാതിരിക്കുക എന്നുള്ളത് അവൻ രാവിലെ തൊട്ട് കണ്ടുകൊണ്ടിരിക്കുവല്ലേ, എന്നിട്ടും ഫോണിൽ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ തിരിഞ്ഞ് നടക്കുമല്ലേ. ശരി, സിദ്ധു വേണ്ടാനാ വേണ്ട, ഗൗരിയെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോലാംല്ലേ. സിദ്ധു ഇവിടെ ഉള്ളപ്പോൾ അമ്മായിനെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ലച്ചു? ഞാൻ ഇനിയിപ്പോൾ ആശുപത്രി പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. എന്റെ ലച്ചു, നീ ചുമ്മാ വാശി പിടിച്ചോണ്ടിരിക്കല്ലേ. വാശി പിടിച്ചാലേ ചില ആൾക്കാരുടെ കണ്ണൊക്കെ തെളിയത്തുള്ളൂ. സിദ്ധു നിന്നെ ശ്രദ്ധിച്ചില്ലെന്നും പറഞ്ഞോണ്ടേ നീ ഇങ്ങനെ പരാതിയും പറഞ്ഞോണ്ടിരുന്നു. എന്റെ അമ്മൂമ്മ, അവൻ ഈ സമയത്ത് എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഏത് കാലത്ത് ശ്രദ്ധിക്കാനാ? രാവിലെ തൊട്ട് ഞാൻ പുറകെ നടക്കുമല്ലേ, വയ്യാന്നും പറഞ്ഞിട്ട് ഒരു ഗുളികയെങ്കിലും മേടിച്ചു തരായിരുന്നല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ എന്റെ ശീലം ഇതൊക്കെ തന്നെയാണല്ലോ. ഇത്രയും നേരം ആരും ഉണ്ടായില്ലല്ലോ നോക്കാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങനെയൊക്കെ തന്നെ മതി. ഇപ്പൊ ഇവിടെ കിടന്ന് ചത്താലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ലച്ചുവേ, നീ ഇങ്ങനെ കരയാതെ, ഞാൻ കൊണ്ടുപോവാ ഹോസ്പിറ്റലിൽ. വാ. വേണ്ട, കരയാതെ ലച്ചു. അടങ്ങിയിരി അമ്മായി. ലച്ചു പറയുന്ന കേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അളിയ ഷൂറുണ്ടാ? ഷൂറുണ്ടോ? പാപ്പാ അമ്മമ്മ, ഇതെന്റെ ഫ്രണ്ടാ കേട്ടോ. ഇതെന്നാ മോൻ പറഞ്ഞ കൃഷ്ണകുമാർ? അല്ല, അത് വേറെ ഫ്രണ്ട്. ഇത് ജോബിൻ, ഇത് കനകാൻറ്റി, അത് എന്റെ അമ്മായി. പിന്നെ ആ അറ്റത്തിരിക്കുന്നില്ലേ, അവിടെ ഇരിപ്പുണ്ടല്ലേ, അതാണ് എന്റെ വൈഫ് ലച്ചു, ഞാൻ പറഞ്ഞ ആള്. ആണല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ത് പനി എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല. ആ, ഇനി എല്ലാരും ഒന്ന് വെച്ചിട്ട് മാറിയുന്നേ. അറിയാ ഞാൻ ഡോക്ടറാണ്. അയ്യോ, പറയാൻ വിട്ടുപോയി, ജോബിൻ ഡോക്ടറാ കേട്ടോ. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലല്ലേ പുള്ളി ഡോക്ടറാന്ന്? അളിയാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്നെ കണ്ട ഒരു ഡോക്ടർ ലുക്കില്ലെന്ന്. ഒന്ന് പോടാ, ലുക്കിലെ കാര്യം മറക്കിലെ കാര്യം. ആ കാര്യം കാണിച്ചു ഒന്ന് തിരിഞ്ഞു. ഒന്ന് ചുമക്കാവോ? ഒന്ന് തിരിഞ്ഞിരുന്ന. അറിയാ, നല്ല പനിയുണ്ട്. എന്താ ചെയ്യാ? ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. ഇഞ്ചക്ഷനാ? ചെറിയൊരു ഇഞ്ചക്ഷൻ. അപ്പൊ വീട്ടിൽ വന്നാലും ഇഞ്ചക്ഷൻ ഉണ്ടോ? ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. ആ അമ്മായി ഒന്ന് പറയാ, ഇഞ്ചക്ഷൻ വേണ്ടെന്ന്. ഞാൻ എങ്ങനെയാ ഡോക്ടറിനോട് ഇഞ്ചക്ഷൻ വേണ്ടെന്ന് പറയണേ? എടാ, നിനക്ക് നല്ല പനിയുണ്ട്, ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അതെന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ മാറിക്കോളൂ. അമ്മൂമ്മ ഒന്ന് പറ. ഇഞ്ചക്ഷൻ എന്തായാലും എടുക്കണം. ആന്റിയും ജ്വരം മാറ വേണ്ടാമാ ലച്ചൂസാ. സിദ്ധു, അളിയാ, നീ ടൂളോട്ടറാ. ഡോക്ടറുടെ ഒടുക്കത്തെ കുത്ത്. ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? വേദനയുണ്ട്, പക്ഷെ ആ വേദനയ്ക്ക് ഇപ്പൊ ഒരു സുഖമുണ്ട്. വേദനയ്ക്കൊരു സുഖമോ? അതെന്താ? ഞാൻ വിചാരിച്ചതേ നിനക്ക് എൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ലെന്ന്. ലച്ചൂസേ, നിന്റെയും കൊച്ചിന്റെയും കാര്യം നോക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ദുബായിൽ ഇങ്ങോട്ട് വന്നേ. ലച്ചൂസേ, എന്താ സിദ്ധു? വൈകുന്നേരമേ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു ഇഞ്ചക്ഷൻ കൂടെ ബാക്കി കിട്ടും. എന്റെ പട്ടി ആശുപത്രിയില്